വർഷം 2023 ഫെബ്രുവരി 15 അന്ന് രാത്രി നല്ല മഴയത്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഹായ്, എനിക്കൊരു ഹെൽപ്പ് വേണം. എൻ്റെ മകൾ മരണപ്പെട്ടു പോയി. 9ാമത്തെ മാസം പ്രഗ്നൻസി പീരീഡിലായിരുന്നു മരണപ്പെട്ടു പോയത്. ഒരുപാട് മിസ്സാവുന്നുണ്ട് അവളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവരവരുടെ സ്റ്റോറി പറഞ്ഞു. ഇവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നായിരുന്നു. കാരണം മാരേജ് കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് മകൾ ഉണ്ടാകുന്നത്. അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവളെ പൊന്നുപോലെ നോക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഉടുപ്പും കളിപ്പാട്ടങ്ങളും എല്ലാം ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും ഈ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനൊരു ഷോക്ക് ഞങ്ങളെ തേടി വന്നത്. ഞങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കുള്ള ഈ ഒരു സന്തോഷം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഒരുപാട് കൊതിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മുഖം അവരുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോസാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പ്രകാശമുള്ള ആ ഒരു കുഞ്ഞിൻ്റെ ഫേസ് കാണാൻ തന്നെ നല്ല മനോഹരമായിരുന്നു. അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ 3 പേരുള്ളൊരു ഫോട്ടോസ് വേണം. കാരണം അവളെ ഒരുപാട് മിസ്സാകുന്നുണ്ട്. ആദ്യമായിട്ടുള്ളൊരു ബേബി ആയിരുന്നത്. കരഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തൊരു 50% കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആൾക്കത് കാണിച്ചു കൊടുത്തു. എവിടെയെങ്കിലും ഇത് മാറ്റം കാര്യങ്ങൾ വരുത്താനുണ്ടോ എന്നുള്ളത്. ഇല്ല, കാരണം കരഞ്ഞുകൊണ്ടായിരുന്നു അതിൻ്റെ ഓരോ റീപ്ലൈ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവർ 3 പേരും ചേർത്ത് നിർത്തിയിട്ടുള്ളൊരു ഫോട്ടോസ്, അതായത് 50% കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോസായിരുന്നു ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഉടുപ്പുകളും പിന്നെ അതേപോലെ തന്നെ കളിപ്പാട്ടങ്ങളും എല്ലാം അന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് പറയണം, എങ്ങനെ സമാധാനിപ്പിക്കും ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓരോ അക്കങ്ങളും വെട്ടി 9ാമത്തെ മാസം കഴിഞ്ഞു. പക്ഷേ അവർക്കറിയില്ലായിരുന്നു ഈ വെട്ടുന്ന ഓരോന്നും മരണത്തിലേക്കുള്ള പോക്കായിരുന്നു എന്നുള്ളത്. ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രെയിമായിട്ടാണ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്രെയിം ഞാൻ അവർക്കത് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറിയർ ചെയ്ത് അവരെനിക്കൊരു ഷോർട്ട് വീഡിയോസും കൂടെ അയച്ചു തന്നു. അത് ഹസ്ബൻഡിന് കൊടുക്കുന്നൊരു വീഡിയോ. സത്യം പറഞ്ഞാൽ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഹസ്ബൻഡ് നന്നായിട്ട് കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ നിമിഷം അവർ പ്രതീക്ഷിച്ചായിരുന്നു. അവരുടെ മനസ്സിലൊരു ഫോട്ടോസ് ഉണ്ടായിരുന്നു. എനിക്ക് വർക്ക് ചെയ്യുന്നതിന് മുന്നേ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്റ്റുഡിയോയിൽ പോയി. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ്, ഇൻസ്റ്റാഗ്രാമിലുള്ള ട്രെൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ നല്ല 3 പേരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഫോട്ടോസ്, അത് ഒരു ഡ്രീമായിരുന്നു അവർക്ക്. അപ്പോൾ ആ ഒരു ഫോട്ടോസാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു. നല്ല ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു മുഞ്ചത്തിക്കുട്ടീനെ ഞാൻ അവർക്ക് അത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫോട്ടോസ് കണ്ട് ഹസ്ബൻഡ് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രെയിം കൊടുക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് ചുറ്റും അയൽവാസികളും കുടുംബക്കാരുമായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ കണ്ണുനീരും മാത്രമായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നും ആ ഒരു വീട്ടിലെ ഏറ്റവും മൂല്യമുള്ള ആ ഒരു ഫ്രെയിമിൽ ഒന്നായിരുന്നു എൻ്റെ ആ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നത്. അങ്ങനെ വർഷം 2025 മാർച്ച് 28 എനിക്ക് വീണ്ടും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഹായ്, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടായിരുന്നു എനിക്കന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം 2 വർഷം മുന്നേ അവർ കരഞ്ഞിട്ടായിരുന്നു എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നത്. 2 വർഷത്തിന് ശേഷം വളരെ സന്തോഷപൂർവ്വമായിരുന്നു എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നത്. ജീവിതം ഒരു പാഠപുസ്തകം പോലെയാണ്. അതിലെ ഓരോ പാഠഭാഗം കഴിയുമ്പോഴും അതിലെ കഥകളും കഥാപാത്രങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ചിലത് നഷ്ടത്തിൻ്റെ, ചിലത് പ്രതീക്ഷയുടെ, ചിലത് അനന്തരമായ സ്നേഹത്തിൻ്റെ. അത് കേൾക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.